ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളമുള്ളൊരു വെസല് നമ്മുടെ കേരളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് നിഷിൻ ഭായ്. നോക്കിയേ, ഇത് അതിവിശാലമായിട്ടുള്ള ഒരു ഏരിയ. ഇതൊരു നോൺ എ സി ഡൈനിങ് ഏരിയ. ഫുഡ് കഴിക്കാം, ഇവിടെ ഫുഡ് കഴിക്കാം, ആൾക്കാർക്ക് കുശലം പറയാം. മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് ബാൻഡ്, DJ, ഡാൻസേഴ്സ് പ്രോഗ്രാം ഒക്കെയാണ്. എല്ലാ മാസവും നമ്മൾ പാവപ്പെട്ട ഒരു അമ്മമാരോ പ്രായമുള്ളവർക്കോ നമ്മളൊരു ട്രിപ്പ് കൊടുക്കണം. എല്ലാ മാസവും ഫുള്ള് അവർക്ക് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം നമ്മൾ കൊടുക്കും. വാട്ടർ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വ്യത്യസ്ത രൂപത്തിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മുടെ ചാനലിലൂടെയും പേജിലൂടെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസത്തെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താനുള്ളത്. നിഷി, നമ്മുടെ സുഹൃത്തും എൻ്റെ സഹോദരന് തുല്യനായിട്ടുള്ള വ്യക്തിയാണ് നിഷി. നിഷിബായി ചില്ലറക്കളിയിൽ റിസ്കലായിട്ട് എടുത്തേക്കണം. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നീളമുള്ളൊരു വെസല് നമ്മുടെ കേരളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് നിഷിൻ ഭായ്. നമുക്ക് വലിയ വലിയ ഇവൻസുകൾ അല്ലെങ്കിൽ നമുക്ക് വലിയ വലിയ കോൺഫറൻസുകളൊക്കെ നടത്താൻ സൗകര്യമുള്ളതാണ് ഈ ഒരു വെസൽ അല്ലേ? ഇതിന്റെ പ്രത്യേകത എന്താ, അത് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇത് 50 മീറ്റർ വെസലാണ്, IRS ക്ലാസ് വെസൽ, വിത്തൗട്ട് പില്ലറാണ്. ഒരു പില്ലർ പോലും ഇല്ല ഇതിനകത്ത്. അപ്പൊ അതൊരു കോൺഫറൻസ് നടന്ന LED വാള്, ഇന്ററാക്റ്റീവ് പാനൽസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ വേൾഡ് ക്ലാസ് സൗണ്ട് സിസ്റ്റം ആണ് ഇതിന്റെ അകത്ത് നമ്മൾ ബ്രാൻഡ് ഇത് ചെയ്തേക്കണം. മേയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. പിന്നെ ഇതിന്റെ ഫുൾ ഗ്ലാസ് വ്യൂ ആണ്. എവിടെ നിന്ന് നോക്കിയാലും ഇത് കടല് കാണാവുന്ന ഒരു ഡിസൈൻ ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. കടലിൽ പോകാൻ പെർമിഷൻ ഉണ്ടല്ലേ? കടലിൽ പോകാൻ പെർമിഷൻ ഉള്ള വെസലാണ് IRS ക്ലാസ്. രണ്ട് നിലകളായിട്ടാണ് ഇത്. 2 നിലകളാണ്. താഴത്തെ മൂന്നാമത്തെ നിലയിൽ ഏറ്റവും അടിയിലത്തെ നിലയിൽ എഞ്ചിൻ, അതിന്റെ മുകളിൽ ഒരു AC ഹോള്, അതിന്റെ മുകളിൽ വലിയൊരു ബാങ്കറ്റ് ഹോള്, അതിന്റെ പുറത്ത് വശം നോൺ AC ഡൈനിങ് ഏരിയ. നമുക്കൊന്ന് കണ്ടാലോ ഞങ്ങള് 12 വർഷം മുമ്പ് ക്ലാസിക് പാരഡൈസ് എന്ന് പറഞ്ഞൊരു വെസല്, ആ കാണുന്ന ക്ലാസിക് പാരഡൈസ്, ഈ ചെറിയ ബോട്ടുകളിൽ നിന്നാണ് നിങ്ങളുടെ തുടക്കം. അതിലെല്ലാം നമ്മുടെ ബോട്ടുകളാണ് ഈ കിടക്കുന്നത്. എല്ലാ ക്ലാസിക്കിന്റെ പേരിൽ കിടക്കുന്ന എല്ലാ ബോട്ടുകളും നമ്മുടെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ബോട്ടിലും നമുക്ക് ദൈവാനുഗ്രഹം ഓട്ടം ഉണ്ട്. അപ്പൊ അത് ഉള്ളൊന്ന് പരിചയപ്പെടാം. എല്ലാം നമ്മുടെ ആളുകൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഷിബായ്, മാഷാ അല്ലാഹ്, ബിസ്മില്ലാ. ഇവിടെ ഈ പാസേജിൽ കുറച്ച് നമ്മൾ റൂംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഫീഡിംഗ് റൂം ആണ് കൊടുത്തേക്കുന്നത്. ഫീഡിംഗ് റൂം. ഇത് ഫാമിലി, ഇത് വുമൺ ലേഡീസ് ടോയ്ലറ്റ് ആണ്. എല്ലാം ക്ലാസ് ഡിസൈനിലാണ് ചെയ്തേക്കുന്നത്. അതെ, ഇത് നമ്മുടെ എന്താണ് ദൈവം എല്ലാം നമ്മളെ കാണാം. ഇത് ജെൻസിന്റെ വാഷ്റൂം. ഇതെല്ലാം ഒരു വെസലിലാണ് സെറ്റ് ചെയ്തേക്കുന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. പിന്നെ ഇബാദുബായി പറഞ്ഞ പോലെ ഒരു കല്യാണം നടത്തണമെങ്കിൽ ഗ്രീൻ റൂം എന്തായാലും മസ്റ്റ് ആയിട്ട് വേണമല്ലോ. ഒരു വെഡിങ് റിസപ്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ അതൊക്കെയാണ്. അതെ, ഇത് ഗ്രീൻ റൂം, ഇതിന്റെ വിശാലമായിട്ടുള്ളൊരു ഗ്രീൻ റൂം അല്ലെ. അതൊരു നമ്മള് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടുണ്ട്. എനിക്കറിയാലോ നിങ്ങൾ. ഇതാണ് നമ്മുടെ ഒരു സ്നാക്സ് റൂം ഏരിയ. റൂംസ് ഒക്കെ നമുക്ക് ഇതിന്റെ അകത്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ നിന്നാണ് നമ്മൾ DJ പ്ലേ ചെയ്യണത്. ഇത് DJ റൂം ഈ സൈഡിൽ ഉണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് കേറാം. കേറേണ്ടത്. പിന്നെ നോക്കിയേ, ഇത് അതിവിശാലമായിട്ടുള്ള ഒരു ഏരിയ അല്ലേ? ഇവിടെ എത്ര പേർക്കുള്ള സീറ്റിംഗ് ഉണ്ട്? ഇതിന്റെ അകത്ത് 150 പേര്. ഒരു കോൺഫറൻസ് ആണെങ്കിലും ഒരു വെഡിങ് ആണെങ്കിലും 150 പേര് ഇതിന്റെ അകത്ത് കൊള്ളും. ഒരു 150 അല്ല, ഒരു 400 പേര് ഇതിന്റെ അകത്ത് കൊള്ളും. പക്ഷെ നമ്മൾ ഇതിന്റെ ലൈസൻസ് എടുത്തേക്കണ 150 പേർക്കാണ്. കാരണം നമ്മൾ ലക്ഷറിയാണ് ഇതിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. എന്നാൽ നോർമൽ പൈസയിൽ ലക്ഷറി കൊടുക്കും ആൾക്കാർക്ക്. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ആ ഒരു ഫെസിലിറ്റി കൊടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ കൊടുക്കാൻ പറ്റും. ഇതിന്റെ അകത്ത് ഇപ്പോൾ ഇബാദുബായി ഒന്ന് ഇരുന്ന് നോക്കി, ചെയർ ഏറ്റവും ഹൈയസ്റ്റ്. ഇതിന്റെ ഇന്റീരിയർ ചെയ്തേക്കുന്ന ഡീറ്റെയിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഡീറ്റെയിൽ ശ്രീജിത്ത് ഭായി ആണ്. പുള്ളിയുടെ ഏറ്റവും വലിയൊരു എന്താണ്, കേരളത്തിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ ഒരു നല്ലൊരു സാധനം വേണമെന്നും ആഗ്രഹിച്ചിട്ടും നമ്മളോടുള്ള സ്നേഹം കൊണ്ടും പുള്ളി ചെയ്ത കാര്യമാണ്. ഈ ഫർണിച്ചറൊക്കെ പുള്ളിയുടെ തന്നെയാണ്, ഡീറ്റെയിലിന്റെ ഫർണിച്ചർ തന്നെയാണ്. നിഷിബായിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂസഫ് ഭായി ഇതിന്റെ അകത്ത് കയറണം എന്നുള്ളതാണ് അല്ലേ? യൂസഫ് അലിക്ക ഉദ്ഘാടനത്തിന് വരാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചാണ് ഞാൻ. യൂസഫ് അലിക്കക്ക് ഞാൻ പല വഴിക്കും ബന്ധപ്പെട്ടു. പിന്നെ കഴിഞ്ഞ KTM-ൽ വെച്ച് ഞാൻ യൂസഫ് അലിക്കാനെ കണ്ടപ്പോൾ യൂസഫ് അലിക്ക എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ ഇതിന്റെ അപ്പൊ ഞാൻ ഉദ്ഘാടനത്തിന് വന്ന് ചെയ്തു തന്നെ എന്ന് പറഞ്ഞു. എനിക്ക് ട്രിപ്പ് താട്ടെ എന്നാണ് പറയുന്നത്. ഇപ്പൊ യൂസഫ് അലിക്കൊക്കെ ഒരു ട്രിപ്പ് കൊടുക്കും, എങ്ങനെ കൊടുക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. എങ്ങനെ യൂസഫ് അലിക്കൊക്കെ അറിയാൻ പറ്റും ഈ ബോട്ട് ചെയ്തെന്ന്. പക്ഷേ യൂസഫ് അലിക്ക നമ്മുടെ ക്ലാസിക് പാരഡൈസ് എന്ന് പറഞ്ഞ ബോട്ടിൽ 2 പ്രാവശ്യം പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഭയങ്കര എന്നോട് എല്ലാ സഹായങ്ങളും പുള്ളി ഓഫർ ചെയ്തിട്ടുണ്ട്. യൂസഫായുടെ ആളുകൾ ഇത് കാണുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് മതിയായിട്ടുള്ള ആഗ്രഹം ഒരു വിശാലമായിട്ടുള്ള ഒരു ലക്ഷറി ബോട്ടിൽ യൂസഫ് ഭായ് കയറാന്ന്. അതൊക്കെ നല്ല നടക്കും. യൂസഫ് അലിക്കാണ് മറ്റേ ബോട്ട് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ ആയത്. കാരണം യൂസഫ് അലിക്ക വന്ന് പോയെന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ്. ഇതുപോലെ തന്നെ മേളിലുണ്ട് അല്ലെ? ഇത് മേളിലുണ്ട്. നമുക്കൊന്ന് മേളിൽ നിന്ന് കയറാം. നമ്മളങ്ങനെ ഇതിന്റെ 2ാമത്തെ നിലയിലേക്ക് കയറണം.
ഇവിടെ ഒരു റെസ്റ്റോറന്റ് പോലുള്ള ചെയ്തേക്കണേ. ഇതെന്താന്ന് പറഞ്ഞാലേ 2 ഫ്ലോർ AC ആകുമ്പോൾ ഒരു ഫ്ലോർ ഒത്തിരി നോൺ AC ഏരിയ വേണം. കാരണം ഇപ്പൊ ഈ ബാദുബായിയുടെ വാപ്പയായിട്ട് വന്നാൽ വാപ്പാക്ക് മുഴുവൻ നേരം AC ഇരിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പറ്റില്ല. അപ്പൊ പിന്നെ ആൾക്കാർക്ക് കടല് കാണണം എന്ന് നാച്ചുറൽ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ നാച്ചുറൽ പ്ലാന്റ്സും ഇതും ഡീറ്റെയിൽ ശ്രീജിത്തിന്റെ ഐഡിയയിലാണ്. ഇത് മുളയിലാണ് നമ്മൾ ചെയ്തേക്കണം. ആ ഒരു ലെവലിൽ ഇത് നോക്കിയാൽ മനസ്സിലാവും. കരിങ്കല്ല് ആ ഒരു ടേബിളൊക്കെ ഇവിടുത്തെ എല്ലാ രീതിയിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു നോൺ AC ഡൈനിങ് ഏരിയ. ഇവിടെ ഫുഡ് കഴിക്കാം, ആൾക്കാർക്ക് കുശലം പറയാം. അപ്പൊ ഈ കോൺഫറൻസ് ഒക്കെ നടക്കുമ്പോൾ ആളുകൾക്ക് കുറച്ച് ഒന്ന് ബ്രീത്ത് ഫ്രഷ് എയർ എടുക്കണമെങ്കിൽ അവർക്ക് ഇവിടെ ആസ്വദിച്ച് കടലൊക്കെ കാണാം. അപ്പൊ നമുക്ക് ഇതും അതുപോലെ ഒരു സ്ഥലമാണല്ലേ കോൺഫറൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചേക്കണ ഹാള്. കാരണം ഇപ്പൊ കടല് കണ്ട് ഒരു കോൺഫറൻസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അതൊരു എന്താണ്, കൊച്ചിയിൽ ഇത്തരം സൗകര്യങ്ങൾ നമ്മുടെ കാരണന്മാരായിട്ട് അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നത് നമ്മൾ ദൈവം വിനിയോഗിച്ചത് ഞാനത് ഉപയോഗിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വെസലിലേക്കൊക്കെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയത്. നിങ്ങൾ എത്ര നാളത്തെ ഡ്രീമാണ് ഇത് ഇങ്ങനെ ആക്കിയത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ 22 വർഷം മുമ്പ് റെന്റഡ് ബോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സാണ് മറൈൻ ഡ്രൈവില്. ദൈവത്തിന്റെ കൃപ കൊണ്ട് അത് ഓരോ വർഷങ്ങളും നമ്മൾ ഓരോ ബോട്ടുകൾ ഉണ്ടാക്കി. ഇത് 5 വർഷം കണ്ട് ഞാൻ കണ്ടൊരു സ്വപ്നമാണ്. കാരണം ഞാൻ 6 വർഷം മുമ്പ് നിതിൻ ഗഡ്കരിജിനെ കാണുകയും നിതിൻ ഗഡ്കരി വേറൊരു കാര്യത്തിന് വേണ്ടി എന്റെ കൂട്ടുകാരന്റെ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പൊ ഗഡ്കരിജി എന്റെ അടുത്ത് പറഞ്ഞു, കപ്പലുകൾ നിങ്ങൾ കാണും, നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ചെയ്തുള്ള ആൾക്കാരിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ചൂടെ എന്ന് ചോദിച്ചു. അതിൽ നിന്നുള്ള ഒരു പ്രചോദനം തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഞാൻ എൻ്റെ നാട്ടിൽ ബോൾഗാട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് പണ്ട് സ്കൂളിൽ ബോട്ടിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എന്ത് വന്നാലും ഇങ്ങനത്തെ ഒരു സാധനം വന്നപ്പോൾ ഞാൻ HMT വാച്ചിന്റെ റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ എൻ്റെ ജോലി പോയപ്പോൾ ഞാനൊരു വാടക ബോട്ടിൽ തുടങ്ങിയ ബിസിനസ്സാണത്. അത് ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ ലെവലിൽ എല്ലാം ദൈവത്തിന്റെ ബ്ലെസ്സിങ്. ആ വേർഡാണ് അടിപൊളി. ഇവിടെ ഒരു മ്യൂസിക് ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ അകത്ത് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈവ് ബാൻഡ്, DJ, ഡാൻസേഴ്സ് പ്രോഗ്രാം ഒക്കെയാണ്. അപ്പൊ 5 പേരുടെ ഒരു ലൈവ് ബാൻഡ് ഉണ്ടാവും. അപ്പൊ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ പാടുന്ന ആൾക്കാർ തന്നെയാണ്. അത് നമ്മുടെ ഇവിടെ തന്നെയുള്ള ആൾക്കാർ എല്ലാവർക്കും നമ്മളൊരു സാധനം തുടങ്ങുമ്പോൾ എത്രയോ പേർക്ക് ജോലി കിട്ടണം. അപ്പൊ അതൊക്കെ ഇതിന്റെ അകത്ത് അതിന്റെ ഒരു ഭാഗമായിട്ട്. ഇത് കണ്ടിട്ട് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലെ അമ്മമാര് പറയാണ്, മക്കളെ ഞങ്ങൾക്ക് ആരുമില്ല, ഇത് കൊണ്ടുപോകാൻ ഞങ്ങളൊരു 10-30 പേരൊന്ന് കൊണ്ടുപോകാൻ സഹായിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ? ഞാൻ ഇന്നൊരു കാര്യം പറയുന്നു. എല്ലാ മാസവും നമ്മൾ പാവപ്പെട്ട ഒരു അമ്മമാരോ പ്രായമുള്ളവർക്കോ നമ്മളൊരു ട്രിപ്പ് കൊടുക്കണം. എല്ലാ മാസവും ഫുള്ള് അവർക്ക് ഇൻക്ലൂഡിങ് ഫുഡ് അടക്കം നമ്മൾ കൊടുക്കും. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്നാണെങ്കിലും എവിടെ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ പഞ്ചായത്തിൽ നിന്നോ പള്ളികളിൽ നിന്നോ എത്തിങ്കാനെന്നോ എവിടെ നിന്ന് ആൾക്കാർ ഗ്രൂപ്പായിട്ട് വന്ന് നമ്മൾ അവരെ കൊണ്ടുപോകും. ഒരു മാസത്തിൽ ഒരു ട്രിപ്പോ നമുക്ക് ഇനിയും പ്രോഫിറ്റ് കിട്ടിയ 2-3 ട്രിപ്പായിട്ട് നമ്മൾ കൊടുക്കും. അതൊരു സാമൂഹ്യ അല്ല ഇത് എന്ന് എൻ്റെ അമ്മക്കും എൻ്റെ അപ്പനൊന്നും ഇതേപോലത്തെ കപ്പലിലോ ഒന്നും യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ള മറ്റുള്ളവരുടെ അമ്മമാർ നമ്മുടെ അമ്മമാരെ പോലെ തന്നെ കരുതി അത് പൈസ ഇല്ലാത്ത ആൾക്കാരെന്ന് തോന്നിയാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാം. ഇതാണ് അതിന്റെ ഡ്രൈവർ ഇരിക്കുന്ന സ്ഥലം. ഡ്രൈവറാണ് കപ്പിത്താനാണ്, ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലം. ഇതെല്ലാം നിങ്ങളുടെ സ്വന്തം എഞ്ചിനീയറിംഗ് അല്ലേ? അതെ, ഇത് നമ്മള് ഈ പറഞ്ഞ പോലെ കൊച്ചിൻ പോർട്ടിന്റെ ലാൻഡ് ലീസിന് എടുക്കുന്നു. അവിടെ നമ്മള് ഒരു വെസൽ പണിയുന്ന എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ക്രെയിൻ ജനറേറ്റർ അടക്കമുള്ള എല്ലാ സാധനങ്ങളും കറണ്ട് വരെ നമ്മൾ കൊണ്ടുവന്നു. നിങ്ങളുടെ ഐഡിയൽ അതെ, അതാണ് നമ്മുടെ ഒരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇതിന്റെ അതൊന്നും നമുക്കൊന്നും ഒരു 50 നിലയിൽ കെട്ടിടം പണിയാൻ എളുപ്പമാണ്, പക്ഷെ ഒരു വെസൽ പണിയാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. കാരണം എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്ത് ഓരോ സാധനങ്ങളും IRS അപ്രൂവലുള്ളത് വേണം. ഇലക്ട്രിക്കലിന്റെ ഒരു വയർ മേടിക്കണമെങ്കിൽ പോലും IRS അപ്രൂവൽ വേണം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വെസൽ ഉണ്ടാക്കുന്നു. അവിടെ 300 കോൺട്രാക്ടർമാരും 300 സപ്ലയർമാരും അല്ലെങ്കിൽ 1000 സപ്ലയർമാരുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ കാശ് ഉണ്ടാക്കണം, ഞാൻ തന്നെ എല്ലാം കണ്ടുപിടിക്കണം, എല്ലാം തന്നെ കടം ഞാൻ തന്നെ മേടിക്കണം, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. മറ്റു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പെയിന്റിങ് സാധനങ്ങളൊക്കെയാണ് അല്ലേ? അതിമനോഹരമായിട്ടൊരു ഒരു ആർട്ട് ഫോമാണ് ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്. ഇപ്പം നമുക്ക് നിഷിബായി ഇത് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു കമ്പനിക്ക് ഒരു പ്രോഗ്രാംസ് ഒക്കെ നടത്തുകയാണെങ്കിൽ എന്താ അതിൻ്റെ കോസ്റ്റ് വരുന്നത്? ഇത് നമ്മൾ പെർ അവർ നമ്മൾ 150 പേർക്ക് നമ്മൾ ചാർജ് ചെയ്യണം 75,000 ആണ്. 150 പേർക്ക്. അപ്പൊ അത് ഏകദേശം ഇപ്പൊ 4 മണിക്കൂർ എടുത്താൽ 3 ലക്ഷം രൂപ വരും. ഒരാൾക്ക് 2000 രൂപ ചാർജ് വരുള്ളൂ. 2000 രൂപ ചാർജ് വരുള്ളൂ. പിന്നെ ഫുഡിന്റെ പൈസ എക്സ്ട്രാ. അതിന്റെ അകത്ത് ഞങ്ങൾ ഞങ്ങളുടെ ലൈവ് ബാൻഡ് കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കും. ഒരു 5 പീസുള്ള ബാൻഡ്, പിന്നെ ഒരു 6 പേരുടെ ഡാൻസേഴ്സ് ഗ്രൂപ്പ്, മെയിൽ ഫീമെയിൽ ഡാൻസേഴ്സ് 4 മണിക്കൂറിന് 3 ലക്ഷം രൂപയുള്ളൂ.
അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് ഇപ്പൊ DG ഷിപ്പിങ്ങിന്റെ കോൺഫറൻസ് നടത്തി, പിന്നെ കുറെ ഗെറ്റ് ടുഗദർ, ബജാജ് ഇവരുടെ കെയ്ത്താൻ ഫാമിലിയുടെ ഒരു കല്യാണം നടത്തി. അങ്ങനെ ഒരു 3-4-5 പ്രോഗ്രാംസ് നമ്മൾ നടത്തി ഇപ്പൊ ദിവസത്തിനുള്ളില്. ഒരു വേൾഡ് സ്പോർട്സ് പേഴ്സന്റെ അഡ്വർടൈസ്മെന്റ് ഷൂട്ട് ചെയ്യാൻ പോണത് നിഷിബായിയുടെ ഇതിലാണ് കേട്ടോ. അത് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാം. അത് സർപ്രൈസ് ഒന്നും വേണ്ട, കാരണം ഇതിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ മെസ്സിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് നമ്മൾ പെപ്സിയുടെ കമ്പനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഇത് ബസ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ ചോദിച്ചേക്കണേണ്. ഇതിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ഒരു ഹാർഡ് വർക്കിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഇത് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണല്ലോ ഇതൊക്കെ ഉണ്ടാകുന്നത് അല്ലെ. എല്ലാം വേൾഡ് ക്ലാസ് ഡിസൈൻസിലാണ് ഉണ്ടാക്കിയത്. അതെല്ലാം ഇദ്ദേഹം തന്നെ ഇതിന്റെ എഞ്ചിനീയറിങ്ങും വരയും ശില്പിയും എല്ലാം ഇദ്ദേഹം തന്നെയാണ്. അല്ല, ഇതിന്റെ പുറത്തുള്ള ഡിസൈൻ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. ജിത്തുവും ഒരു പ്രതീക് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ജിത്തുവിന്റെ നമ്മുടെ മോഡലുള്ള ഐഡിയ വെച്ചിട്ട് ജിത്തു ഒരു സാധനം തന്നാണ്. ഇത് ജിത്തുവിന്റെ തന്നെ അതിൻ്റെ അകത്ത് നല്ല സ്പർശനമുണ്ട്. കാരണം ജിത്തു ഒരു നേവൽ ആർക്കിടെക്ട് ആണ്, നല്ല കഴിവുള്ള ഒരാളാണ്, ഷിപ്പ് കുറെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും പിന്നെ ജിത്തുവിന്റെ ഒക്കെ എല്ലാ സഹായങ്ങളും നമ്മൾ ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ പെയിന്റിങ്സ് കണ്ടില്ലേ, നമ്മുടെ ബിനാലയുടെ ഫൗണ്ടറിൽ ഒരാളായ ബോണി ചേട്ടനുണ്ട്, ബോണി തോമസ്. ബോണി തോമസ് ആണ് എന്റെ പോഞ്ഞിക്കര കുസീഞ്ഞ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് പേര്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഈ പെയിന്റിങ്. മനു എന്ന് പറഞ്ഞ ആളുടെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിലെ ആൾക്കാരാണ്. ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള സാധനമാണ് ഈ പെയിന്റിംഗ്. ഈ പെയിന്റിങ്ങിന് ഇവിടുത്തെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 പേര് ദുബായ് ബർത്ത്ഡേക്ക് വന്നു, അവർ ടിക്കറ്റ് എടുത്ത് 2500 അല്ലെങ്കിൽ 1500 ഉച്ചക്കത്തെ ട്രിപ്പിനാണ് പോണെങ്കിൽ അവർക്ക് ഒരു ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അവർക്ക് കേക്ക് കൊടുത്ത് അവിടെ കട്ട് ചെയ്യുക, അവർക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അവർക്ക് പോസ്റ്റ് ചെയ്യാം. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തേക്കണം. ആ ഒരു കളർഫുൾ കിട്ടാൻ വേണ്ടി. അടിപൊളി. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ എടുത്ത റിസ്കിന് പടച്ചോൻ ഹയറായിട്ടുള്ള പ്രതിഫലം തരട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ആളുകൾക്ക് ഇതൊരു പ്രയോജനകരം. പിന്നെ ഇതേപോലെ തന്നെ നമ്മള് മണിയുണ്ടല്ലോ, ഇത് എന്ന് വെച്ചാല് നമ്മള് വലിയ കടലിലൊക്കെ പോകുമ്പോൾ ചിലപ്പോ നമുക്ക് ഇത് മഞ്ഞൊക്കെ കൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ കപ്പലുകൾ പോണത് ഈ ബെല്ലടിച്ചാണ്. അതിനു വേണ്ടിയാണ്. ഇതൊക്കെ റൂളാണ്, നമ്മൾ IRSന്റെ റൂളിലുള്ളതാണ്. അതേപോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറ എന്ന് വെച്ചാൽ കടലിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മളെ താഴത്ത് പ്രോഗ്രാം ഒക്കെ ആയിരിക്കും, DJ ഒക്കെ ആയിരിക്കും. അപ്പൊ കടല് കാണാനുള്ള ഒരു പ്രോഗ്രാം ഇവിടുന്ന് ക്യാമറ ഓൺ ചെയ്ത കടല് കാണാൻ പറ്റും. അതിന് വെച്ചാൽ ശരിക്കും പറയുന്നൊന്നും നമുക്ക് വെക്കേണ്ട കാര്യമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തായാലും ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവിധ ആശംസകളും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. നമ്പർ താഴെ കൊടുക്കും. വലിയ വലിയ കമ്പനികൾ നിങ്ങളെ വിളിച്ച് അവർക്ക് വേണ്ട പാർട്ടിയെ കൊടുക്കുക. അപ്പോൾ എല്ലാവിധ ആശംസകളും. താങ്ക് യു.